30 വർഷമായി ഈ ക്ഷേത്രം. അതായത് ഈ ഭഗവാൻ ഇവിടെ വന്നിട്ട് 30 കൊല്ലമായി. അതിന് മുമ്പിൽ ഭഗവതിയായിരുന്നു ഇവിടെ, താഴത്താണ് ഭഗവതി. അപ്പോൾ അതിനുശേഷം അവിടെ ഇവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ഭഗവാനെ വെക്കണം എന്ന് കണ്ടു. എന്നിട്ടാണ് വെച്ചത്. ഭഗവാനെ മാത്രം പോരാ, ഭഗവാന്റെ കൂടെ പാർവതിയും വേണം. അങ്ങനെ വെച്ചപ്പോഴാണ് അർദ്ധനാരീശ്വരനായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. നമസ്കാരം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മാത്തൂർ അഗ്രഹാരത്തിലുള്ള മാത്തൂർ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ്. തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ കുഴൽമന്നത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മങ്കര റോഡിലൂടെ ഏകദേശം 6 കിലോമീറ്റർ വരുമ്പോൾ റോഡിൻ്റെ വലത് ഭാഗത്തായി മാത്തൂർ അഗ്രഹാരത്തിലേക്കും ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്കുമുള്ള വഴി കാണാം. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ക്ഷേത്രനടയിലെത്താം. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് ഒരു ചെറിയ വഴിയിലൂടെ നടന്നു വേണം എത്താൻ. പടിഞ്ഞാറേ നടയിലും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകൾക്ക് വലതുഭാഗത്തായി ശ്രീപാർവതിയുടെ മൂലപ്രതിഷ്ഠ കാണാം. പടിക്കെട്ട് കയറി നേരെ എത്തുന്നത് ശ്രീ അർദ്ധനാരീശ്വരൻ്റെ നടയിലാണ്. അർദ്ധനാരീശ്വരൻ്റെ ഇടതുഭാഗത്തായി സുബ്രഹ്മണ്യൻ്റെയും വലതുഭാഗത്തായി ഗണപതിയുടെയും പ്രതിഷ്ഠകൾ കാണാം. ഒരു കുടുംബക്ഷേത്രമായ മാത്തൂർ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം പൂർവ്വജന്മ പാപ പരിഹാരത്തിന് പ്രസിദ്ധമാണ് എന്ന് പറയപ്പെടുന്നു. ഒരു വസ്ത്രം, അതായത് ഒരു മുണ്ട്, ഡബിൾ മുണ്ട് ഭഗവാന് സമർപ്പിച്ച് പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ രുദ്രാഭിഷേകം തുടങ്ങി മറ്റ് പല വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. അമ്പലം ചെറുതാണെങ്കിലും വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നമുക്കിവിടെ അനുഭവപ്പെടും തീർച്ച. മുപ്പത് വർഷമായി ഈ ക്ഷേത്രം. അതായത് ഈ ഭഗവാൻ ഇവിടെ വന്നിട്ട് 30 കൊല്ലമായി. അതിന് മുമ്പിൽ ഭഗവതിയായിരുന്നു ഇവിടെ, താഴത്താണ് ഭഗവതി. അപ്പോൾ അതിനുശേഷം അവിടെ ഇവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ഭഗവാനെ വെക്കണം എന്ന് കണ്ടു. എന്നിട്ടാണ് വെച്ചത്. ഭഗവാനെ മാത്രം പോരാ, ഭഗവാന്റെ കൂടെ പാർവതിയും വേണം. അങ്ങനെ വെച്ചപ്പോഴാണ് അർദ്ധനാരീശ്വരനായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ കുറച്ച് പൂജകളൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അതിനെ ഏറ്റെടുത്ത് ഇവിടെ ഒരു ആളെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി. ഇപ്പോൾ അയാളുടെ ഭാര്യയാണ് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. കുടുംബക്ഷേത്രമാണ്, കുടുംബക്ഷേത്രമായിരുന്നു. ഇപ്പം അങ്ങനെ ആയിട്ട് നല്ല രീതിക്ക് ഇപ്പോൾ ഒരു വിധം പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ അമ്പലം. ശിവരാത്രിയൊക്കെ പ്രധാനമാണ്. ശിവരാത്രി പ്രധാനമാണ്. പിന്നെ വിഷു, ശിവരാത്രി, തിരുവാതിര ഇതിനൊക്കെ പ്രധാനമാണ്. പിന്നെ രുദ്രാഭിഷേകം ചെയ്യാറുണ്ട്. മറ്റേ പ്രദോഷ പൂജയുണ്ട്, ഇതൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ആൾക്കാർക്ക് ആ പ്രദോഷ പൂജയും രുദ്രാഭിഷേകവും ചെയ്യുന്നവർക്ക് അത്രയും നല്ലത് വന്നതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇവിടെ വന്നവർ തിരിച്ചു പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെയും വരും അവർ. അതാണ്, അങ്ങനെയാണ് ഇവിടെ നല്ല രീതിക്ക് നന്നായി അമ്പലമൊക്കെ നടക്കണം എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി പറയുന്നു. അത്രയും. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള ആൽമരവും മറ്റും ഒരു നല്ല അന്തരീക്ഷം നൽകുന്നു. ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം നേടുവാനായി പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തർ വരാറുണ്ടെന്ന് അമ്പലത്തിലെ പൂജാരിയായ ശ്രീ സേതുമാധവ്ജി പറഞ്ഞു.
ഒരിക്കൽ വന്നവർ വീണ്ടും ദർശനത്തിന് വരുന്ന ക്ഷേത്രങ്ങളിലൊന്നായ മാത്തൂർ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്ക് വരുവാൻ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.